മൈക്രോസോഫ്റ്റ് വേർഡിലെ കുറച്ച് ടിപ്സ് നോക്കിയാലോ. ഹൈഫൺ നമ്മൾ 3 പ്രാവശ്യം ഹൈഫൺ കൊടുത്തിട്ട് കീബോർഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈക്വൽ ടു ആണ് 3 പ്രാവശ്യം കൊടുക്കുന്നതെങ്കിൽ ഡബിൾ ലൈൻ നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ ഹാഷ് ആണ് 3 പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ലൈൻ കിട്ടും. അതേസമയം നമ്മൾ സ്റ്റാർ ആണെങ്കിൽ 3 പ്രാവശ്യം കൊടുക്കുന്നതെങ്കിൽ കൂടെ ഡാഷസ് ആയിട്ടുള്ള ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് മൗസ് ഉപയോഗിക്കേണ്ട കീബോർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പ്ലസ് കൊടുക്കുന്നു, മൈനസ്, ഇത് വലിയൊരു കോളം ആണ് വേണ്ടത്. അപ്പോൾ പ്ലസ് കൊടുത്തു, പിന്നെയും മൈനസ് കൊടുത്തു, ഹൈഫൺ കൊടുത്തു, പ്ലസ് കൊടുത്തു, ഹൈഫൺ കൊടുത്തു, പ്ലസ് കൊടുത്തു, ഹൈഫൺ കൊടുത്തു, പ്ലസ് കൊടുത്തു. നമുക്ക് എത്ര കോളം വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഹൈഫണും സ്റ്റാർട്ടിങ്ങിലും പ്ലസ് വേണം, എൻഡിങ്ങിലും പ്ലസ് വേണം. എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേബിളായിട്ട് മാറുകയാണ്. ഇനി നമുക്ക് ടേബിളിൻ്റെ റോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ടാബ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ടാബ് പ്രസ് ചെയ്ത് ഏറ്റവും അവസാനം എത്തിക്കഴിഞ്ഞാൽ ഇനി ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വലുപ്പത്തിലുള്ള വരികൾ വീണ്ടും വരും. ഉണ്ടോ? ടാബ് എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് കോളത്തിലെത്തിക്കഴിഞ്ഞാൽ അടുത്ത വരി നമ്മളിങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്ത് നമ്മളിങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്താൽ എത്ര വരി വേണമെങ്കിലും നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മൗസ് ഇല്ലാണ്ട് കീബോർഡിൻ്റെ സഹായത്തോടുകൂടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.